നമസ്കാരം. കോടതി പിണറായിയെ പൊക്കി. വിജയന് ജയിൽ ഒരുങ്ങുന്നു. വളരെ വലിയ പദ്ധതികളാണ് പലപ്പോഴും പിണറായി വിജയന്റെ സർക്കാരും മുന്നോട്ട് വെക്കുന്നത്. ആ വെക്കുന്ന പദ്ധതികളെല്ലാം അഭിമാന പദ്ധതികളാണ് എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യും. പക്ഷെ ആ പദ്ധതികളൊക്കെ പലപ്പോഴും ബൂമറാങ്ങായി മാറുകയാണ് ചെയ്യാറുള്ളത്. ആ ഒരു ബൂമറാങ്ങാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ ഉണ്ടായതും രണ്ടാം പിണറായി സർക്കാരിൽ ഉണ്ടായതും ഒക്കെ അത്തരത്തിലുള്ള നീചപ്രവർത്തനത്തിന്റെ ഫലങ്ങളായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കുവാൻ തയ്യാറായിക്കൊള്ളൂ പിണറായി വിജയൻ എന്നുള്ളതാണ് കാലം അദ്ദേഹത്തിന് നൽകുന്ന കാവ്യനീതി. രണ്ടാം പിണറായി സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള ശബരിമല ഫീൽഡ് വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് വീണ്ടും അനിശ്ചിതത്വത്തിലാകുന്നു എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോകുന്ന മറ്റൊരു പദ്ധതിയെ കൂടി നമുക്ക് കാണേണ്ടി വരും. പദ്ധതിക്കായിട്ട് ഭൂമിയൊക്കെ ഏറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച പ്രാഥമിക വിജ്ഞാപനം അടക്കം ഹൈക്കോടതി റദ്ദാക്കി കഴിഞ്ഞു. എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിലായിട്ട് ഏകദേശം 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുവാനുള്ള നീക്കമാണ് ഇതിലൂടെ കോടതി തടഞ്ഞു വെച്ചത്. ഇതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിമാനത്താവള പദ്ധതി എന്ന് പറയപ്പെടുന്നത് വലിയ പ്രചാരണ ആയുധമാക്കാമെന്ന ഇടതുമുന്നണിയുടെ മോഹങ്ങൾ ഒക്കെ ഇവിടെ മരവിച്ചിരിക്കുന്നു. പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും തിരിച്ചടിയേറ്റിരിക്കുന്നു. വലിയ വിമാനങ്ങൾക്ക് പോലും 1200 ഏക്കർ ഭൂമി മതിയെന്നിരിക്കെ എന്തിനാണ് 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. ഇതാണ് ഈ കോടതിയിൽ നിന്നുള്ള ഉത്തരവിൽ ജസ്റ്റിസ് സി ജയചന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭാവി വികസനത്തിനാണ് ഇത്രയും ഭൂമി എന്ന സർക്കാരിന്റെ വാദമാണ് കോടതി തള്ളിക്കളഞ്ഞത്. വികസന പദ്ധതികൾ എന്തൊക്കെയാണെന്നോ അവയ്ക്ക് എത്ര ഭൂമി വേണമെന്നോ വിശദീകരിക്കുവാൻ സർക്കാരിനാകുന്നില്ല. ഉത്തരമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളതാണ്. ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഇത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള വിധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭൂമിയുടെ അളവ് സംബന്ധിച്ച സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട്, വിദഗ്ധ സമിതി റിപ്പോർട്ട് ഇതൊക്കെ കോടതി ഭാഗികമായിട്ട് റദ്ദാക്കിയിട്ടുണ്ട്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഒരു പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഭൂമി മാത്രമേ ഏറ്റെടുക്കാവൂ എന്നാണ്. അപ്പോൾ ഈ കുറഞ്ഞ അളവ് നിശ്ചയിക്കുവാൻ പുതിയ പഠനം നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. പഠന സംഘത്തിൽ വിമാനത്താവള സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തണമെന്ന് കോടതി തന്നെ ആവശ്യപ്പെട്ടത് സർക്കാരിന്റെ മുൻ തയ്യാറെടുപ്പുകളിലെ പോരായ്മകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് വ്യക്തമല്ലേ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിന് പിന്നാലെ വിമാനത്താവള പദ്ധതിയും നിയമക്കുരുക്കിലായത് അല്ലെങ്കിൽ നിയമക്കുരുക്കിലാക്കുന്നത് CPM-ന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. പദ്ധതിയുടെ ഉദ്ഘാടനം ഈ സർക്കാരിന്റെ കാലത്ത് നടക്കില്ലെന്ന് ഉറപ്പായതോടെ തിരഞ്ഞെടുപ്പിൽ ഇത് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കൊച്ചി വിമാനത്താവളത്തിന് 1300 ഏക്കറും കണ്ണൂരിന് 2300 ഏക്കറും ഉള്ളപ്പോൾ ശബരിമലയ്ക്ക് ഇത്ര വലിയ ഭൂമി എന്തിന് എന്ന ചോദ്യം ജനങ്ങൾക്കിടയിൽ അടക്കം വലിയ ചർച്ചയാവുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന് ഈ പദ്ധതിയിൽ ഇനി കാര്യമായി ഒന്നും ചെയ്യാനാകില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. നടപടിക്രമങ്ങൾക്കപ്പുറം നിർമ്മാണ ഉദ്ഘാടനം എന്ന സ്വപ്നമാണ് ഇതോടുകൂടി വിജയന്റെ സ്വപ്നങ്ങളിൽ ഒന്നുകൂടി പൊളിയുന്നത് അല്ലെങ്കിൽ പൊലിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. ശബരിമലയെ പ്രചരണ ആയുധമാക്കുവാനുള്ള CPM-ന്റെ നീക്കം അത് പാളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം ഇത് CPM-ന് വലിയ തിരിച്ചടിയാകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എരുമേലിയിലെ ശബരിമല വിമാനത്താവളം ഏറ്റവും വലിയ പ്രചരണ ആയുധമാക്കാനായിരുന്നു CPM-ന്റെ നീക്കം. പക്ഷെ അത് പാടെ പൊളിഞ്ഞുപോയി എന്നുള്ളതാണ്. വിമാനത്താവളത്തിനായിട്ട് ഏറ്റെടുക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥരായിട്ടുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ളതാണ് ഈ ട്രസ്റ്റ്. 2013 നിയമപ്രകാരം ഈ പദ്ധതിക്കായിട്ട് ആവശ്യമുള്ള കുറഞ്ഞ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. കുറഞ്ഞ അളവ് ഭൂമി എത്രയെന്ന് നിശ്ചയിക്കുവാൻ വീണ്ടും സാമൂഹിക ആഘാത പഠനം നടത്തേണ്ടതുണ്ട്. പഠന സംഘത്തിൽ വിമാനത്താവള പദ്ധതിയെക്കുറിച്ച് അറിവുള്ള സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തണമെന്നത് അഭികാമ്യമാണ് എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. കോടതി അത്തരത്തിൽ പറയുകയും ചെയ്തിരിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ടി മാത്രമാണ് 2300 ഏക്കർ ഭൂമിയുള്ളത്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് വിമാനത്താവളങ്ങൾക്ക് യഥാക്രമം 1300, 700, 373 ഏക്കർ ഭൂമി വീതമാണ് ഉള്ളത്. 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നത് എന്തിനാണ് എന്നതിൽ SIA റിപ്പോർട്ടിലടക്കം വ്യക്തമായിട്ടുള്ള ഉത്തരമില്ല എന്നുള്ളതാണ്. അതായത് ഭാവി വികസനത്തിനാണ് എന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ വികസന പദ്ധതികൾ എന്തൊക്കെയാണ് എന്നോ എത്ര ഭൂമി വേണമെന്നോ വിശദീകരിക്കുവാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് പിണറായിയുടെ ശബരിമല വിമാനത്താവള സ്വപ്നം ഹൈക്കോടതിയിൽ
തരിപ്പണമാക്കിയത് എന്നതാണ്. നിയമസഭയിൽ വോട്ട് പിടിക്കുവാൻ CPM ആ തുറപ്പ് ചീട്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ എരുമേലിയിലും സർക്കാരിന് വലിയ പ്രഹരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളായി മാത്രം അവശേഷിക്കുന്നത് പോലെയാവുകയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ. ഒന്ന്, സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിന്ന് ഒന്ന് തലയൂരുവാൻ ശ്രമിക്കുമ്പോൾ അടുത്ത് വീണ്ടും വരുന്നത് ഒരു ശബരിമല തന്നെയാണ്. ആ ശബരിമല എന്ന് പറയപ്പെടുന്ന വിമാനത്താവള പദ്ധതിയാണ്. അതൊരു സ്വപ്ന പദ്ധതിയായിട്ട് വിജയൻ കൊണ്ടുവരുമ്പോൾ ആ പദ്ധതിയും നടപ്പിലാകില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പദ്ധതികളൊന്നും നടപ്പിലാകാതെ പൊളിഞ്ഞുപോയ പദ്ധതികൾ പലതും ഇപ്പോൾ പൊക്കിക്കൊണ്ട് വരുവാൻ കഴിയാതെ മുന്നോട്ട് പോകുമ്പോൾ, അത് സ്വർണ്ണപ്പാളിയാണെങ്കിലും മറ്റ് പല വിഷയങ്ങളാണെങ്കിലും 2016 ശേഷം ഇങ്ങോട്ട് പിണറായി വിജയൻ ഭരണകാലം മുതൽ ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവങ്ങൾ പലതുമുണ്ട്. ഒപ്പം തന്നെ വിവാദങ്ങൾ പലതുമുണ്ട്. ആ വിവാദങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന്, അവസാനത്തെ ഈ സ്വർണ്ണപ്പാളിയും ശബരിമല വിമാനത്താവളം അടക്കമുള്ളവയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ഇനി മകളുടെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ മകന്റെ പേരിലാണെങ്കിലും, അതല്ല ഇപ്പോഴത്തെ സ്വർണ്ണപ്പാളി വിഷയത്തിലാണെങ്കിലും ശരി, വിജയന് ജയിൽ ഒരുങ്ങേണ്ടി വരും, ജയിലിലേക്ക് പോകേണ്ടി വരും. ഈ ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണ് പിണറായി വിജയനെ കോടതി ഇത്തരത്തിൽ പൊക്കി നിർത്തിയിരിക്കുന്നത്. കോടതി വേണമെങ്കിൽ ഇനിയും പല കാര്യങ്ങളും ചോദിച്ചേക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബൂമറാങ്ങായി തിരിച്ചടിയായി മാറുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ തരംതാണ് പോകുന്നത്. ആ തരംതാണ് പോകുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന ശബരിമല വിമാനത്താവള പദ്ധതി എന്ന് പറയുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചടി പിണറായി വിജയൻ ലഭിക്കുന്നുണ്ട്. ആ തിരിച്ചടി എന്ന് പറയപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കാലം അദ്ദേഹത്തിന് കാത്തുവയ്ക്കുന്നത്, ആ കാവ്യനീതി എന്ന് പറയപ്പെടുന്നത് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം അനുഭവിച്ചേ മടങ്ങാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് ജയിലൊരുങ്ങുമോ വിജയന്?